അപകടം ഓർമ്മയില്ലേ? അത്ര പെട്ടെന്ന് ഇത് ആർക്കും മറക്കാൻ കഴിയില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം. അന്ന് ഈ വാഹനം ഓടിച്ചത് മുണ്ടൂർ കാഞ്ഞിക്കുളം സ്വദേശിയായ സി ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന് അതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അന്നത്തെ ആ രാത്രി അദ്ദേഹം ഇപ്പോഴും ഓർമ്മിച്ച് നമ്മളോട് പറഞ്ഞു. മംഗലാപുരം മദ്രാസ് മേൽ 19 ബോഗി. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റിലെ 2 ബോഗി ബാംഗ്ലൂരിലേക്കുള്ള ബോഗി 2 എണ്ണം വന്നു. കോഴിക്കോട് വന്നു. റൈറ്റ് ടൈം ഒക്കെ എല്ലായിടത്തും ഞാൻ റൈറ്റ് ടൈമിലായിരുന്നു. ഒക്കെ അടിയേറി സ്പീഡ് 15 കിലോമീറ്റർ, 15, 20, 25 ഒക്കെ അടിയേറിയത് അങ്ങനെ വന്നു. കണ്ണൂർ സ്റ്റേഷനിൽ 50 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ അത് അടിയർ ചെയ്ത് രണ്ടാമത്തെ ബ്രിഡ്ജ്, കണ്ണൂർ സ്റ്റേഷൻ കഴിഞ്ഞ് 2 ബ്രിഡ്ജുണ്ട്. രണ്ടാമത്തെ ബ്രിഡ്ജിൽ ഞാൻ കടന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എഞ്ചിനകത്തൊരു ഗേജ് ഉണ്ട്, വാക്യൂം ഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നീഡിലിങ്ങനെ ഡ്രോപ്പ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എന്തോ ഇതാണ്. പിന്നെ ഒരു പിന്നിക്കൊരു പുള്ളിങ്ങും തോന്നി എനിക്ക്. പിന്നിക്ക് നോക്കുമ്പോൾ വെള്ളം അങ്ങനെ സ്മാഷ് ചെയ്യണം. വെള്ളം ട്രാക്കിൽ വീണിട്ട് വെള്ളം അങ്ങനെ സ്മാഷ് ചെയ്യുക. അപ്പം ഇപ്പം ഞാൻ ഗാർഡിനെ വിളിച്ചു. ഗാർഡ് അശോക് കുമാർ എന്ന് പറഞ്ഞ ഗാർഡായിരുന്നു. അയാളെ വിളിച്ചപ്പോൾ അയാളെ കിട്ടിയില്ല എനിക്ക്. ഞാൻ പിന്നെ നേരെ കടലുണ്ടി സ്റ്റേഷനിലേക്ക് മാഷെ വിളിച്ചു. മാഷ് ഇതെങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് വന്ന് നോക്കുമ്പോൾ സംഭവം അറിയുന്നു, മാഷ് അറിയുന്നു. അതിന് അങ്ങനെ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റെ ഇതിനു വേണ്ടി പറഞ്ഞയച്ചു. ഒക്കെ ആ ഭാഗത്തു നിന്നുള്ള ട്രെയിൻ വരികയാണെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻ്റെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞാൽ വണ്ടിയിൽ തന്നെ ഇരുന്നു ഞാൻ. ഇപ്പോൾ സാധാരണഗതി ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഡ്രൈവറെ യൂട്ടിലൈസ് ചെയ്യുക, ഡ്രൈവറെ ഇറക്കിയിട്ട് വേറെ ഡ്രൈവറെ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ എന്തോ എനിക്കറിയില്ല, എൻ്റെ അടുത്ത് എന്നോട് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻജിനും 12 ബോഗി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എൻക്വയറിക്ക് വിളിച്ചു. എൻക്വയറി കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് യാതൊരു ഫോൾട്ടും ഇല്ല. രാമേശ്വരത്ത് പോയി തിരുവല്ലാമല ശിവക്ഷേത്രം, ശ്രീരാമക്ഷേത്രത്തിൽ അവിടെ അന്നേ ദിവസം ഈ ആക്സിഡൻറ്റ് ദിവസമൊക്കെ ഞാൻ അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട്. മാനസികമായിട്ട് വിഷമത്തിൽ 19 ആൾ മരിച്ചു. അതും എൻ്റെ റീസൺ അല്ലെങ്കിലും എനിക്ക് മാനസികമായിട്ട് നമുക്കൊരു വിഷമമുണ്ടാവുമല്ലോ. വണ്ടി വരുന്ന സമയത്ത് മക്കളൊക്കെ ഫ്ലാറ്റുമില്ല, വൈഫും മക്കളൊക്കെ ഫ്ലാറ്റുമില്ലുണ്ട്. പാലത്തെ റിപ്പയർ കഴിഞ്ഞ് വർക്കിംഗ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ട്രെയിൻ ഞാൻ തന്നെ പോയത് മംഗലാപുരം മെയിൽ പോയി. ഞാൻ പാലത്തിൻ്റെ അവിടെ നിർത്തി. ഞാൻ അസിസ്റ്റൻറ്റ് താഴ്ത്തിറങ്ങി പോയി പ്രാർത്ഥിച്ച് നിന്നിട്ട് പ്രൊസീഡ് ചെയ്ത് പോയി.